Hello viewers, welcome back to my new video. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്ന ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ സ്ട്രാറ്റജിയാണ്. അപ്പം നമ്മുടെ സോഫ്റ്റ് ബിൻ ട്രേഡർ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു ഇൻകം ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാം. നമ്മുടെ സോഫ്റ്റ്വെയർ ആക്ച്വലി ഓട്ടോമാറ്റിക്കായിട്ട് സിഗ്നൽസ് ജനറേറ്റ് ചെയ്ത് തരാം. സിഗ്നൽസ് മാത്രമായിട്ടല്ല, സിഗ്നൽസ് വരുമ്പോൾ തന്നെ അതിൻ്റെ എക്സിറ്റ് ലെവൽ കാണിച്ചു തരും. അതിന് എത്ര സ്റ്റോപ്പ് ലോസ് വെക്കണം ഇതെല്ലാം സോഫ്റ്റ്വെയർ തന്നെ കാണിച്ചു തരും. അപ്പോൾ നമ്മളത് കൺഫേം ആണെന്ന് നോക്കിയ ശേഷം മാത്രം എടുത്താൽ മതി. ഈ ഒരു സ്ട്രാറ്റജി ഒരു 80-90% കൺഫേം നമുക്ക് ആക്യുറസി കിട്ടുന്നതാണ്. നിങ്ങൾക്കിത് ട്രൈ ചെയ്യാൻ താല്പര്യമുണ്ട്, ഒരു ഡെമോ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തോളൂ. വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ബാങ്ക് നിഫ്റ്റി പുട്ട് ഓപ്ഷൻ്റെ ചാർട്ട് എടുത്തിരിക്കുന്നത് 57,000 ആണ്. അപ്പോൾ നമുക്ക് ഏറ്റവും മേഖലയിൽ കാണിക്കുന്നില്ല. ഇപ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസാണ് ഈ കാണിക്കുന്നത് 543. ഇതിൽ നമുക്ക് ഗ്രീൻ വരുന്ന ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ ആണ്. സിഗ്നൽ വരുമ്പോൾ തന്നെ അലർട്ട് മെസ്സേജ്, നോട്ടിഫിക്കേഷൻ മെസ്സേജ് വരും. സെയിം ഡീറ്റെയിൽസ് മേഖലയിൽ എഴുതി കാണിക്കുന്നുണ്ട്. അത് ഈ ഒരു ബൈ വന്നിരിക്കുന്നത് 463, അതായത് സോഫ്റ്റ് എന്ന റേഞ്ചാണിത്. ഈ ഒരു ലെവലിലാണ് നമുക്ക് സോഫ്റ്റ് ബൈ കാണിച്ചു തന്നത്. അപ്പം നമ്മൾ ഈ സിഗ്നൽ വരുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അത് കൺഫേം ആണോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അതായത് ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് കൺഫർമേഷൻ ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്നോളും. നമ്മളത് ചെക്ക് ചെയ്ത് വെച്ചാൽ മതി. അത് ഫസ്റ്റ് കൺഫർമേഷൻ ആരോ വന്നതിന് ശേഷം ഈ താഴത്ത് പ്രൈസ് ബൈ സോണെന്ന് തന്നെ എഴുതി കാണിക്കണം. അതുപോലെ ഈ ആരോയുടെ താഴത്ത് ഈ ബാർ കണ്ട ഓരോ ക്യാൻഡിലും ഇങ്ങനെ ഓരോ ബാർസ് ഫോം ചെയ്യും. അപ്പോൾ സിഗ്നൽ വരുമ്പോൾ താഴത്തുള്ള ബാർ എന്തായിരിക്കണം, ഗ്രീൻ കളർ, അതായത് ബൈ സിഗ്നലിൻ്റെ തന്നെ കൺഫർമേഷൻ സൈഡിലുള്ള ആയിരിക്കണം, അതായത് ഗ്രീൻ ആയിരിക്കണം. ഇത്രയേ ഉള്ളൂ. ബൈ ആണെങ്കിൽ താഴത്തെ ബാർ ഗ്രീൻ കളറും പ്രൈസ് ബൈസോൺ ആണോ എങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. ട്രേഡ് നിങ്ങൾ എടുക്കേണ്ടത് നിങ്ങളുടെ ബ്രോക്കറിൻ്റെ പ്ലാറ്റ്ഫോമിലാണ്. ഇതിൽ കൂടെ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റില്ല. ഇത് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നൊരു സോഫ്റ്റ്വെയർ മാത്രമാണ്. ഇത് നമുക്ക് എല്ലാ മാർക്കറ്റും അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ ഓപ്ഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഓപ്ഷൻ സ്റ്റോക്കോ ഫ്യൂച്ചറോ കമ്മോഡിറ്റിയോ ഫോറക്സോ ക്രിപ്റ്റോ ഏത് വേണമെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. എല്ലാത്തിലും സിഗ്നൽ ഇതിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ ഇൻട്രാഡേയോ സ്വിങ്ങോ സ്കാൽപ്പിങ്ങോ ഏതാ നമുക്ക് വേണ്ട അതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ടൈം ഫ്രെയിം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സിഗ്നൽ വരുമ്പോൾ കൺഫേം ആണോ എടുക്കുക. 463 ട്രേഡ് വന്നപ്പോൾ അതിൻ്റെ എക്സിറ്റ് ലെവൽ സോഫ്റ്റ്വെയർ കാണിക്കുന്നുണ്ട്. 509 നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് 546 ഉണ്ട്, 583 ഉണ്ട്. 3 ടാർഗറ്റും സ്റ്റോപ്പ് ലോസും തരും. സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ആണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എവിടെ നമ്മൾ എക്സിറ്റ് കൊടുക്കണമെന്ന് മനസ്സിലാവും. എന്നിട്ട് നമുക്ക് ഇതിന് റീ എൻട്രി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. നമ്മളൊരു ട്രേഡിൽ ടാർഗറ്റ് വന്ന് എക്സിറ്റ് ചെയ്ത ശേഷം ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്ന മാർക്കറ്റിൽ ഈ റെഡ് സ്റ്റാർ കണ്ടോ, അത് മാർക്കറ്റിനെ റെസിസ്റ്റ് ചെയ്യുന്ന ലെവലാണ്. അതിനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് റീ എൻട്രിയും ചെയ്ത് കൊടുക്കാവുന്നതാണ്. താഴത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബ്ലൂ സ്റ്റാർസ് കാണാം, അത് സപ്പോർട്ടാണ്. അപ്പോൾ റെസിസ്റ്റൻസ് സപ്പോർട്ടെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് പ്ലോട്ടായിട്ട് വരും. സൈഡ് വേസിൻ്റെ ഇൻഡിക്കേഷനും നമ്മളെ സോഫ്റ്റ്വെയർ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി താല്പര്യമുണ്ടോ പഠിക്കാൻ എങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. താങ്ക് യു.